Boche Gold and Diamonds. Buy now, pay later. മലമ്പുഴ സൈക്കിൾ ട്രാക്ക് പദ്ധതിയുടെ ഔദ്യോഗിക ഫയൽ കാണാനില്ലെന്ന നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആം ആദ്മി പാർട്ടി. മലമ്പുഴ 100 ഫീറ്റ് റോഡിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സൈക്കിൾ ട്രാക്ക് ഫുട്പാത്ത് പദ്ധതിയുടെ ഫയൽ കാണാനില്ലെന്നാണ് പാലക്കാട് നഗരസഭാ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെന്ന് നേതാക്കൾ പറഞ്ഞു. വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഔദ്യോഗിക ഫയൽ കാണാനില്ലെന്ന് നഗരസഭ അറിയിച്ചിരിക്കുന്നത്. ഭരണാനുമതി, എസ്റ്റിമേറ്റ്, ടെൻഡർ രേഖകൾ, കരാർ, മെഷർമെന്റ് ബുക്ക്, ബില്ലുകൾ, പേയ്മെന്റ് വിവരങ്ങൾ, പരിശോധനാ റിപ്പോർട്ടുകൾ, ഗുണനിലവാര പരിശോധനാ രേഖകൾ തുടങ്ങിയ നിർണായക രേഖകൾ ഉൾക്കൊള്ളേണ്ട ഫയൽ നഷ്ടപ്പെട്ടതായി ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നത് അതീവ ഗൗരവമേറിയ വിഷയമാണെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി ഉദയൻ സുകുമാരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സാബു അകമല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2017 അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചതാണ് ഈ സൈക്കിൾ ട്രാക്കിനും ഫുട്പാത്തിനുമുള്ള. അത് കഴിഞ്ഞ് 18 നമുക്കറിയാം കോവിഡായിരുന്നു. 2020 സൈക്കിൾ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കി. 2020 പൂർത്തിയാക്കി കഴിഞ്ഞ് കോൺട്രാക്ടർ 6.7 crores വാങ്ങിച്ച് സ്ഥലം വിട്ടു. അതിനുശേഷമാണ് എല്ലാ ദുരന്ത നാടകങ്ങളും. ഈ കോൺട്രാക്ടിന്റെ ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരുന്നത്, അതിന്റെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 years ആയിരുന്നു. 3 years കഴിഞ്ഞുപോയി. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലും വളരെ ശാസ്ത്രീയമായ ഒരു സൈക്കിൾ ട്രാക്കിനുള്ള ഒരു സാഹചര്യവും സൗകര്യമില്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ച് കോൺട്രാക്ടർ പണം വാങ്ങിച്ച് പോയി. അതോടുകൂടി നഗരസഭാ വിഷയത്തിൽ നിന്ന് മാറി. അപ്പൊ ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ആദ്യം പരാതി കൊടുത്തു. ആ പരാതിക്ക് മറുപടി ലഭിച്ചില്ല. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ആർടിഐയിലൂടെ ശേഖരിച്ച് വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസിന് ആദ്യ പരാതി കൊടുത്ത് അതിന്റെ തുടർച്ചയായി സബ്സിഡറി എവിഡൻസ്, സപ്ലിമെന്ററി എവിഡൻസ് എല്ലാം 1 മാസത്തിനകം വിജിലൻസിന് വീണ്ടും കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. അത് ഇവിടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ഇവിടെ പാലക്കാട് LSGDക്ക് കൈമാറി. അപ്പൊ ഫയൽ അങ്ങനെ കടന്ന് കളിച്ച് അവസാനം 6-ാം മാസത്തോടുകൂടി, അതിനിടയ്ക്ക് ഞങ്ങൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും പരാതി കൊടുത്തു. കാരണം വിജിലൻസിന്റെ പരാതി മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ അപ്പോ ശ്രീ VD സതീശനും ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10 ദിവസം മുമ്പ് മുഖ്യമന്ത്രിക്ക് പാലക്കാട് നഗരസഭാ സെക്രട്ടറി അയച്ച മറുപടി, അതിന്റെ കോപ്പി ഞങ്ങൾക്ക് വന്നു. ഇപ്പോൾ വിജിലൻസിൽ നിന്ന് പറഞ്ഞ ഇവിടെ അതേപടി നിൽക്കുകയാണ്. അതിലൂടെയാണ് ഞങ്ങൾക്ക് ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ബന്ധപ്പെട്ട ഫയൽ മാർച്ച് മാസം മുതൽക്ക് കാണാനില്ല. എന്ന് വെച്ചാൽ വിജിലൻസിന് പരാതി കൊടുത്ത് 1.5 മാസത്തിന് ശേഷമാണ് ഈ ഫയൽ നഷ്ടപ്പെട്ടത്. ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.